ചേലക്കരയുടെ ഫാഷൻ ഇനി അടിമുടി മാറും. അതെ, നമ്മളോട് ചേലക്കരയിൽ VK സിൽക്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ജെന്റ്സ്, കിഡ്സ്, ലേഡീസ് വെയർ വമ്പൻ കളക്ഷൻസും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി തിരഞ്ഞെടുക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡി ഡിസൈനുകളും ഫാഷൻ സ്റ്റൈലുകളും നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും തകർന്നു വീഴാറായ ചുമരുകളും, ഗുരുതര രോഗം ബാധിച്ച ഗൃഹനാഥന്റെ ചികിത്സയ്ക്ക് പോലും വഴിയില്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന ഒരു കുടുംബം. ചേലക്കര സൂപ്പിപ്പടിക്ക് സമീപം ഫൗസിയ ഷാജി ദമ്പതികളും അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമാണ് ഒരു വീടെന്ന സ്വപ്നത്തിനായി സുമനസുകളുടെ സഹായത്തിനായി കാത്തിരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും തകർന്നു വീഴാറായ ചുമരുകളും, രോഗബാധിതനായ ഗൃഹനാഥന്റെ ചികിത്സയ്ക്ക് പോലും വഴിയില്ലാതെ ദുരിതക്കയത്തിൽ ഒരു കുടുംബം. ചേലക്കര സൂപ്പിപ്പടിക്ക് സമീപം താമസിക്കുന്ന ഫൗസിയ ഷാജി ദമ്പതികളും ഇവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമാണ് സുമനസുകളുടെയും അധികാരികളുടെയും ദയാദാക്ഷിണ്യം തേടുന്നത്. മഴ പെയ്താൽ അകത്തും പുറത്തും ഒരുപോലെ വെള്ളം, ചുമരുകൾ ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥ. ചേലക്കര സൂപ്പിപ്പടിക്ക് സമീപത്തെ ഈ കൊച്ചു വീട്ടിൽ കഴിയുന്ന ഫൗസിയയ്ക്കും ഷാജിക്കും പറയാനുള്ളത് കരളലിയിക്കുന്ന കണ്ണീർ കഥയാണ്. കുടുംബത്തിന്റെ ഏകാശ്രയമായ ഷാജിക്ക് ഗുരുതരമായ രോഗബാധയെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഷാജിയുടെ ജീവൻ നിലനിർത്താനുള്ള മരുന്നിന് പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഈ കുടുംബം. കുഞ്ഞുങ്ങൾ വളരെ ചെറുതായതിനാൽ ഫൗസിയയ്ക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒരു ഭാഗത്തെ മതിൽ തകർന്നു വീണതോടെ മഴയിൽ നിന്നും രക്ഷ നേടാൻ ടാർപോളിംഗ് കെട്ടിവെച്ചാണ് ഇവർ ഇപ്പോൾ കഴിയുന്നത്. സുരക്ഷിതമായ അടച്ചുറപ്പുള്ള ഒരു മേൽക്കൂര മാത്രമാണ് ഈ നിർധന കുടുംബത്തിന്റെ ഒരേ ഒരു സ്വപ്നം. മഴ പെയ്താൽ മക്കളെയും കൊണ്ട് എങ്ങോട്ട് മാറണമെന്നറിയില്ല. സുരക്ഷിതമായി കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് ഫൗസിയ പറയുന്നു. മെമ്പറെ കണ്ട് കാര്യം പറഞ്ഞുവെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സഹായം അഭ്യർത്ഥിച്ച പഞ്ചായത്ത് മെമ്പറെ സമീപിച്ചുവെങ്കിലും ഇതുവരെ ഒരു പിന്തുണയും ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. അധികാരികളുടെയോ നാടിന്റെയോ അടിയന്തര സഹായം ലഭിച്ചില്ലെങ്കിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ വലിയ പ്രതിസന്ധിയിലാകും. സുമനസുകളായ പൊതുജനങ്ങളും ജനപ്രതിനിധികളും തങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. വീട് പൊളിഞ്ഞിട്ടിരിക്കുകയാണ്, അതൊന്നും പറ്റില്ല, ആരും സഹായിക്കാനില്ല, പഞ്ചായത്തുകാർ വണ്ടി കേൾക്കണില്ല, വന്ന് നോക്കണമൊന്നുമില്ല. അത് കാരണം വീട്ടിലാരും വാപ്പ വയ്യാൻ്റെ അടുക്ക അമ്മ മരിച്ചു, മാപ്പിളയ്ക്ക് ഒരു മാനസിക രോഗിയാണ്, ആള് ഗുളിക കഴിച്ചിട്ട് നടക്കുകയാണ്. ഗുളിക നിർത്തി കഴിഞ്ഞാൽ ആൾക്ക് വയ്യാണ്ടാവും. ഒക്കെ ഞങ്ങളെ അവസ്ഥയിലാണ് നടക്കുന്നത്. വന്ന് നോക്കി കഴിഞ്ഞാൽ വീട് കണ്ടറിയും എല്ലാവർക്കും. പൊളിഞ്ഞത് 2 പെൺകുട്ടികളാണ്, ആരും സഹായിക്കാനില്ല. ഞാൻ എത്ര മെമ്പറിനെ വിളിച്ച് കണ്ടിട്ട് അപ്പം കിട്ടില്ല, ഇനി ഇപ്പോഴത്തെ ആൾക്കാർക്ക് കിട്ടുമല്ലോ ഒക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും വിളിക്കുന്നുണ്ട് മെമ്പർമാർക്ക്. മെമ്പറിൻ്റെ അടുത്ത് പണ്ട് വന്ന് നോക്കില്ല, ഇപ്പം ശരിയാക്കില്ല, അടുത്ത കൊല്ലം കിട്ടുള്ളൂ പറയുക. അപ്പം എൻ്റെ മാപ്പിളിനെ വിളിച്ചിട്ട് ഞാൻ വന്നതാണ്. ഞങ്ങൾ ആരും യാത്ര വന്നിട്ടിരിക്കുക, ഒരു വീട്ടിൽ എപ്പോഴും ഇടിയാന്ന് പേടിച്ചിട്ടിരിക്കുക, തുണിയൊക്കെ തിരികെ വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കുന്നത്. റേഷനറി കിട്ടുമ്പോൾ അത് നിന്നിട്ട് ഇരിക്കുക. 2 പെൺകുട്ടികളെയും കൊണ്ട്, 2 പെൺകുട്ടികളല്ലേ സ്കൂളിലേക്ക് വിട്ടാക്കുന്നുണ്ട്. ഈ വയ്യാത്ത ആൾ പോയിട്ട് വേണം എല്ലാ കാര്യം വീട്ടിൽ നോക്കാൻ. ഇക്കൊന്നും ഒന്നും അറിയില്ല, വായിക്കാനും അറിയില്ല, നമുക്ക് മലയാളം അറിയില്ല, ഒന്നും അറിയില്ല. അടച്ചുറപ്പുള്ള ഒരു തലചായ്ക്കാനുള്ള ഇടത്തിനായി കൈകൂപ്പി നിൽക്കുന്ന ഈ കുടുംബത്തിന് തുണയാകാൻ സുമനസുകൾ മുന്നോട്ട് വരുമെന്ന് പ്രത്യാശിക്കാം. CCV ന്യൂസ്, ചേലക്കര. കേരളത്തിന്റെ തറിയൊച്ചകൾ താളം പിടിക്കുന്ന മണ്ണ്, പാരമ്പര്യവും പ്രൗഢിയും ഇടചേർന്നെത്തുന്ന കുത്താമ്പുള്ളി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ നെയ്ത്തുഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറിയൊരിടം. അതാണ് നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ്. പെണ്ണഴകിന് മാറ്റുകൂട്ടാൻ പട്ടുനൂലിൽ വിസ്മയം തീർക്കുന്ന ആയിരക്കണക്കിന് വെഡ്ഡിംഗ് സാരികളുടെ ഒരു മഹാസാമ്രാജ്യം തന്നെ ഇവിടെയുണ്ട്. തറികളിൽ നെയ്തെടുത്ത യഥാർത്ഥ കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം രാമചന്ദ്ര ഹാൻഡ്ലൂംസിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. രാമചന്ദ്ര ഹാൻഡ്ലൂംസ്, തിരുവില്ലാമല, കുത്താമ്പുള്ളി.